നമസ്കാരം. ആദമുക്ക് വീക്കെൻഡ് ന്യൂസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഷബീർ വി.കെ. അനുദിനം വികസിക്കുന്ന അത്തോളിയുടെ തിരുനെറ്റിയിൽ കറുത്ത പൊട്ടായി മാലിന്യക്കുളം. അത്തോളി അങ്ങാടിയുടെ പിൻവശത്തുള്ള പാറക്കുളമാണ് മാലിന്യക്കൂമ്പാരമായി അത്തോളിയെ ദുർഗന്ധപൂരിതമാക്കുന്നത്. കോഴിക്കടയിൽ നിന്നും മത്സ്യക്കടയിൽ നിന്നുമുള്ള അവശിഷ്ടങ്ങളും ചത്ത മൃഗങ്ങളും പ്ലാസ്റ്റിക് തുടങ്ങിയ ജൈവ അജൈവ മാലിന്യങ്ങളും നിറഞ്ഞ് അത്തോളി പകർച്ചവ്യാധിയുടെ കേന്ദ്രമാവാൻ അധികം താമസമുണ്ടാവില്ല. നിപ്പയുടെയും പ്രളയത്തിന്റെയും പശ്ചാത്തലത്തിൽ മാലിന്യ സംസ്കരണത്തെക്കുറിച്ച് കളക്ടറുടെ അടിയന്തര സന്ദേശം പഞ്ചായത്തുകളിൽ എത്തിയിരുന്നെങ്കിലും 2 സ്വകാര്യ വ്യക്തികൾ തമ്മിൽ കേസ് നിലനിൽക്കുന്ന സ്ഥലമായതിനാൽ നടപടിയെടുക്കാൻ പഞ്ചായത്ത് മടിച്ചു നിൽക്കുകയാണ്. മഴക്കാലത്ത് കുളം നിറഞ്ഞു കവിഞ്ഞു പകർച്ചവ്യാധി പടർന്നു പിടിക്കുന്നതിന് മുമ്പ് അധികൃതരുടെ ഭാഗത്തു നിന്നും നടപടിയുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് പരിസരവാസികൾ. ഇപ്പോൾ നാട്ടുകാർ സ്ഥാപിച്ച ആരും ഗൗനിക്കാത്ത ഒരു ബോർഡ് മാത്രമാണ് ഏക പ്രതിരോധം. അത്തോളിയിൽ വ്യക്തിഗത പത്രപ്രവർത്തന ശില്പശാല സംഘടിപ്പിക്കുന്നു. ആദമുക്ക് വീക്കെൻഡ് ന്യൂസിന് കീഴിൽ ഏപ്രിൽ 6 ശനിയാഴ്ച രാവിലെ 9 മണി മുതൽ പ്രോമിസ് സ്കൂളിൽ വെച്ചാണ് ക്യാമ്പ് നടത്തപ്പെടുന്നത്. പൊതുജനങ്ങൾക്ക് ദൃശ്യവാർത്താ മാധ്യമ മേഖലയിലെ സാങ്കേതിക വശങ്ങളടക്കം പരിശീലിപ്പിക്കുന്ന പ്രസ്തുത ക്യാമ്പിൽ പ്രമുഖ വ്യക്തിത്വങ്ങൾ ക്ലാസുകൾ നിയന്ത്രിക്കും. ശില്പശാലയിൽ പങ്കെടുക്കുന്ന കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കമാൽ വരദൂർ മാധ്യമപ്രവർത്തകനാണ്. ആദമുക്ക് അത്തോളി വാട്സപ്പ് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ എല്ലാവരെയും മാധ്യമപ്രവർത്തനത്തിൻ്റെ ആദ്യ പാഠങ്ങൾ അല്ലെങ്കിൽ എല്ലാവർക്കും എങ്ങനെ ഒരു വാർത്ത തയ്യാറാക്കാം. കാരണം ഇന്നത്തെ ലോകത്ത് എല്ലാവരും സിറ്റിസൺസ് ജേർണലിസ്റ്റുകളാണ്. ഈ സോഷ്യൽ മീഡിയ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലമായതുകൊണ്ട് അതുകൊണ്ട് വാർത്തകളുടെ ഒരു ആദ്യകാല പാഠങ്ങൾ, എങ്ങനെയൊക്കെ വാർത്ത തയ്യാറാക്കാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചർച്ച ചെയ്യേണ്ടതും അതിനനുസരിച്ച് നിങ്ങൾ വളരേണ്ടതുമാണ്. എന്തായാലും നിങ്ങളുടെ കൂട്ടായ്മക്കൊപ്പം 6-ാം തീയതി ഏപ്രിൽ 6-ന് നിങ്ങളെ കാണാനായിട്ട് ഞാനും എത്തുന്നുണ്ട്. ഓൾ ദ വെരി ബെസ്റ്റ്. 18 വയസ്സ് പൂർത്തിയായ ആദ്യം പേർ രജിസ്റ്റർ ചെയ്യുന്ന 50 പേർക്കാണ് പങ്കെടുക്കാൻ അവസരം ലഭിക്കുക. രജിസ്ട്രേഷനും കൂടുതൽ വിവരങ്ങൾക്കുമായി 8943919147 എന്ന നമ്പറിൽ ബന്ധപ്പെടണമെന്ന് സംഘാടകർ അറിയിച്ചു. ശില്പശാല സംഘാടക സമിതി അംഗം അജീഷ് അത്തോളി ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നു. പ്രിയമുള്ളവരെ, ആദമുക്ക് അത്തോളി വാട്സപ്പ് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ഏപ്രിൽ 6-ാം തീയതിയാണ് സിറ്റിസൺ ജേർണലിസം വർക്ക്ഷോപ്പ് നടക്കുന്നത്. മറ്റുള്ളവരിലേക്ക് വാർത്ത എത്തിക്കുന്നതോടൊപ്പം തന്നെ ആ എത്തിക്കുന്നത് എങ്ങനെയാണ്, അതല്ലെങ്കിൽ എങ്ങനെ ഒരു വാർത്ത ഉണ്ടാക്കാം, വാർത്തയുടെ സോഴ്സ് എങ്ങനെയാണ്, വാർത്തയുടെ സ്വഭാവം എങ്ങനെയാണ്, ഏതൊക്കെ വാർത്ത കൊടുക്കാതിരിക്കണം, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ഒരു വാർത്ത ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ചുള്ള അത്യാവശ്യ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്, പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനും ഭാഗമായിട്ടാണ് ഇത്തരമൊരു ശില്പശാല സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിൽ വളരെ പ്രമുഖരായ മാധ്യമപ്രവർത്തകരാണ് നമ്മോടൊപ്പം ചേരുന്നത്. സംസ്ഥാന പത്രപ്രവർത്തക യൂണിയൻ പ്രസിഡന്റ് ശ്രീ കമാൽ വരദൂർ അവർ, അതുപോലെ ഓൺലൈൻ മീഡിയ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് സക്കീർ, മോട്ടിവേഷൻ ആയിട്ട് ബന്ധപ്പെട്ട് ട്രെയിനർ നിയാസ് ചോല, അതുപോലെ പോക്സോ കേസ് റിപ്പോർട്ടിംഗ് എങ്ങനെയാവണം എന്നതിനെക്കുറിച്ച് ജഡ്ജ് MP ജയരാജ് അവർ, അതേപോലെ സിനിമ റിപ്പോർട്ടിംഗ്, എൻ്റർടൈൻമെൻറ്റ് റിപ്പോർട്ടിംഗ് ഒക്കെ എങ്ങനെയാവണം എന്നതിനെക്കുറിച്ചുള്ള വിവരം നൽകുന്നതിന് വേണ്ടി AV ഫർദീസ് എന്നിവരെല്ലാം, അതേപോലെ സൂര്യ TV അനിൽ ജനറൽ റിപ്പോർട്ടിങ്ങിനെ കുറിച്ചും ക്ലാസ് എടുക്കാനൊക്കെ വരുന്നുണ്ട്. ഇതുപോലെ വേറെയും 1-2 പേരൊക്കെ വരാമെന്ന് നമുക്ക് ഏറ്റിട്ടുണ്ട്. തീർച്ചയായിട്ടും പ്രമുഖരായ മാധ്യമപ്രവർത്തകരുടെ അനുഭവങ്ങളിലൂടെ അത്യാവശ്യ കാര്യങ്ങൾ മനസ്സിലാക്കാൻ എല്ലാവരും ഈ സംഗമത്തിൽ ഒത്തുകൂടണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. ചുട്ടുപൊള്ളുന്ന വേനലിൽ ഗ്രാമത്തിന് കുടിനീരിന്റെ സാന്ത്വനവുമായി സാന്ത്വന തീരം തോരായി. അതിരൂക്ഷമായ കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്ന പഞ്ചായത്തിലെ 16-17 വാർഡുകളിലാണ് സാന്ത്വന തീരം ചാരിറ്റബിൾ സൊസൈറ്റി കുടിവെള്ള വിതരണം ആരംഭിച്ചിരിക്കുന്നത്. തുടർച്ചയായി 3-ാം വർഷമാണ് സൊസൈറ്റി കുടിവെള്ള വിതരണം പ്രവർത്തനം ഏറ്റെടുത്ത് നടത്തുന്നത്. 150ഓളം കുടുംബങ്ങൾക്ക് സഹായകമാകുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം സ്വാന്തന തീരം UAE യൂണിറ്റ് ഭാരവാഹികളായ മമ്മു മിഷ്ഹൽ, CV റഫീഖ്, PK നൌഷാദ് എന്നിവർ ചേർന്ന് നിർവഹിച്ചു. പ്രസിഡന്റ് M ഹംസ അധ്യക്ഷനായിരുന്നു. പാർലമെന്റ് ഇലക്ഷനിൽ അത്തോളി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ബൂത്തുകളിൽ സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരായി ജോലി ചെയ്യാൻ താൽപ്പര്യമുള്ള NCC എക്സ് സർവീസ്മാൻ, എക്സ് പോലീസ് എന്നിവർ മാർച്ച് 31 വൈകുന്നേരം 5 മണിക്ക് മുമ്പായി അത്തോളി പോലീസ് സ്റ്റേഷനിൽ പേര് രജിസ്റ്റർ ചെയ്യണമെന്ന് അധികൃതർ അറിയിച്ചു. ചികിത്സാരംഗത്ത് പതിറ്റാണ്ടുകളുടെ അനുഭവ സമ്പത്തുമായി അത്തോളി സഹകരണ ആശുപത്രി പുതിയ ഡെന്റൽ ഡിപ്പാർട്ട്മെന്റ് ഉൾപ്പെടെ അത്യാധുനിക സൗകര്യങ്ങളോടെ ജനങ്ങൾക്കായി സമർപ്പിക്കുകയാണ്. 2019 മാർച്ച് 30 ശനിയാഴ്ച കാലത്ത് 10 മണിക്ക് പ്രത്യേകം സജ്ജീകരിച്ച ഡെന്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഉദ്ഘാടനം കൺസ്യൂമർ ഫെഡ് ചെയർമാൻ M മെഹബൂബ് നിർവഹിക്കും.
24 മണിക്കൂറും തുറന്നു പ്രവർത്തിക്കുന്ന ഫാർമസിയും ലബോറട്ടറിയും കൂടാതെ വിവിധ മേഖലകളിലെ പ്രഗത്ഭ ഡോക്ടർമാരുടെ സേവനവും കൂടിയാകുമ്പോൾ സാക്ഷാത്കരിക്കപ്പെടുന്നത് ഒരു നാടിന്റെ സ്വപ്നമാണ്. ആദമുക്ക് UAE ചാപ്റ്ററിന്റെ സൗഹൃദ സംഗമം ഈ വരുന്ന ഏപ്രിൽ 5 വെള്ളിയാഴ്ച വൈകിട്ട് 4:30 ദുബായിലെ തവാർ പാർക്കിൽ നടക്കും. ദുബായ് ചാപ്റ്ററിലെ മുഴുവൻ അംഗങ്ങളും ഈ ഒരു സംഗമത്തിൽ എത്തിച്ചേരണമെന്ന് സംഘാടകർ അറിയിച്ചു. പ്രവാസികൾക്ക് ഗുണകരമാവുന്ന പല പദ്ധതികളെക്കുറിച്ചും സൗഹൃദ സംഗമം ചർച്ച ചെയ്യും. പങ്കെടുക്കുന്നവർ അഷ്റഫ് CK, ഫഹദ്, റിയാസ്, സ്നേഹനഗർ എന്നിവരുമായോ ഗ്രൂപ്പ് അഡ്മിൻസുമായോ ബന്ധപ്പെടണമെന്നും സംഘാടകർ അറിയിച്ചു. അത്തോളി ഹൈസ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ചങ്ങാതിക്കൂട്ടം സംഘടിപ്പിക്കുന്ന വിഷു കൈനീട്ടം ഏപ്രിൽ 7 ചങ്ങാതിക്കൂട്ടം ഓഫീസ് പരിസരത്ത് നടക്കും. ചടങ്ങിൽ കൈത്താങ്ങ് പദ്ധതിയുടെ ഭാഗമായി മാസാന്തമായി നൽകുന്ന നിർധരർക്കുള്ള ധനസഹായം 2 മാസത്തേത് ഒന്നിച്ച് വിതരണം ചെയ്യുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. പ്രസിഡന്റ് സാജിദ് കോരോത്ത് അധ്യക്ഷത വഹിച്ചു. മലബാറിലെ വസ്ത്രവ്യാപാര രംഗത്ത് ശ്രദ്ധേയരായ ശോഭിക ഗ്രൂപ്പിന്റെ 4ാമത്തെ ഷോറൂം കോഴിക്കോട് പൊറ്റമ്മൽ ഈ വരുന്ന 31-ാം തീയതി ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ, കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, ഡോക്ടർ MGS നാരായണൻ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിക്കുന്ന ഈ ഷോറൂം കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ വെഡിംഗ് മാളായിരിക്കുമെന്ന് ഡയറക്ടർ അത്തോളി കൊളക്കാട് സ്വദേശി ഇർഷാദ് ഫജർ വീക്കെൻഡ് ന്യൂസിനോട് പറഞ്ഞു. തോരായി മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ആറാട്ടു മഹോത്സവത്തിന് ക്ഷേത്രം തന്ത്രി പുതുശ്ശേരി ഇല്ലത്തു നാരായണൻ നമ്പൂതിരിപ്പാട് കൊടിയേറ്റി. ഉത്സവം ഒരാഴ്ച നീണ്ടു നിൽക്കും. കോഴിക്കോട് ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ സഹായത്തോടെ ഗ്രാമീണ ഗ്രന്ഥാലയം കൊളക്കാട് വിമുക്തി എന്ന ശീർഷകത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ബാലുശ്ശേരി എക്സൈസ് റേഞ്ച് ഓഫീസർ ഷാജു T ക്ലാസ് എടുത്തു. സെക്രട്ടറി NT മനോജ് സ്വാഗതം പറഞ്ഞ പ്രോഗ്രാമിൽ പ്രസിഡന്റ് M ജയകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. ലക്കി സ്റ്റാർ തലക്കുളത്തൂർ സംഘടിപ്പിക്കുന്ന 2ാമത് ജില്ലാതല ഏകദിന നൈറ്റ് വോളിബോൾ ടൂർണമെന്റ് ഏപ്രിൽ 7 ഞായറാഴ്ച 4 മണി മുതൽ വെസ്റ്റ് കച്ചേരി തയ്യിൽ അബ്ദുറഹ്മാൻ സ്മാരക ഗ്രൗണ്ടിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. മാരക രോഗങ്ങൾക്കുള്ള മരുന്നുകൾ ആശ്വാസ നിരക്കിൽ എത്തിച്ചു നൽകി അത്തോളി NRI ഫോറം മരുന്ന് വിപണന രംഗത്ത് മാതൃകയാവുന്നു. അത്തോളിയിൽ കഴിഞ്ഞ ദിവസം പ്രവർത്തനം തുടങ്ങിയ ഫാമിലി ഫാർമയുടെ വരുമാനത്തിന്റെ 20% പാവപ്പെട്ട രോഗികൾക്കായുള്ള മരുന്നിനും ചികിത്സക്കും മാറ്റിവെക്കുമെന്ന് ഫോറം പ്രസിഡന്റ് ഷാഹുൽ ഹമീദ് പാണക്കാട് അറിയിച്ചു. ഫാർമസിയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് UAE അത്തോളി NRI ഫോറം സംഘടിപ്പിച്ച കുടുംബ സംഗമം കൺസ്യൂമർ ഫെഡ് ചെയർമാൻ M മെഹബൂബ് ഉദ്ഘാടനം ചെയ്തു. അവരെ സാദരം ക്ഷണിക്കുകയാണ്. ഒരു ഇടവേളയ്ക്കു ശേഷം വീക്കെൻഡ് ന്യൂസ് സ്പെഷ്യൽ. അത്തോളിക്ക് കാവലിരിക്കുന്ന ക്യാമറ കണ്ണുകൾ. കോഴിക്കോട് വലുതാകുന്നു. ചരിത്രത്തിന്റെ ഭാഗമാകാൻ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വെഡിംഗ് മാളുമായി ശോഭികയും വരുന്നു. ഉദ്ഘാടനം മാർച്ച് 31 കാലത്ത് 10 മണിക്ക്. 10 ദിനങ്ങൾ നീണ്ടു നിൽക്കുന്ന ആഘോഷവേളയിൽ ഓരോ ദിവസവും ഒരു ഭാഗ്യശാലിക്ക് 5 പവൻ വീതം 10 പേർക്ക് 50 പവൻ സ്വർണം സമ്മാനമായി നൽകുന്നു. വരൂ, ഈ സന്തോഷവേളയിൽ നമുക്കൊരുമിച്ച് പങ്കുചേരാം. ശോഭിക വെഡിംഗ് മോൾ, കോഴിക്കോട്. അത്തോളി ഉറങ്ങുമ്പോഴും അങ്ങാടിയിൽ കണ്ണു തുറന്നിരിക്കുന്ന ക്യാമറ കണ്ണുകൾ നാട്ടുകാർക്ക് അനുഗ്രഹമാകുന്നു. വ്യാപാരി വ്യവസായി അത്തോളി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അത്തോളി അങ്ങാടിയിൽ ഉടനീളം സ്ഥാപിച്ച സുരക്ഷാ കണ്ണുകളാണ് അക്ഷരാർത്ഥത്തിൽ നാട്ടുകാരുടെ കാവൽക്കാരനായി മാറിയത്. പോലീസ് ഉദ്യോഗസ്ഥരും വ്യാപാരികളുമടക്കം അത്തോളിയിലെ ജനങ്ങൾക്ക് ഏറെ പറയാനുണ്ട് ഈ സുരക്ഷാ നേത്രങ്ങളെക്കുറിച്ച്. ഇനി നമ്മൾക്ക് അവരിൽ ചിലരുടെ അഭിപ്രായങ്ങളിലേക്ക് പോവാം. CCTV ക്യാമറ നമ്മൾ വളരെ അനുഗ്രഹമായിട്ടാണ് അനുഭവപ്പെടുന്നത്. കാരണം ആളുകൾ നിയമലംഘനം നടത്താൻ വളരെ ഭയപ്പെടുകയാണ്. ഇവിടെ റോഡിൻ്റെ മുകളിൽ മദ്യപിച്ച് പൊതുവായിട്ട് പൊതു സ്ഥലത്ത് മദ്യപിക്കൽ, മദ്യവിൽപ്പന അതൊന്നും ഇപ്പം കാണാനില്ല. അഥവാ ആരും കഴിച്ചാൽ തന്നെ ഇവിടെ നിൽക്കാറില്ല, വേഗം സ്ഥലം വിടും. കൗമാര പ്രായക്കാരെ കുട്ടികളൊക്കെ സിഗരറ്റ് തീ കൊടുക്കാൻ വരെ ഭയപ്പെടുകയാണ്. അവർ വേഗം സ്ഥലം മാറി കുപ്പ ചെയ്യുന്നു. മുമ്പൊക്കെ ആളുകൾ മദ്യപിച്ച് ബഹളം കൂട്ടുകയും പ്രശ്നങ്ങളുണ്ടാക്കുന്ന സ്ഥാനത്ത് ഇപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം കാണാറില്ല. അപ്പോൾ ഹൈസ്കൂൾ ഭാഗത്ത് തന്നെ ഈ മയക്കുമരുന്നിൻ്റെ ആളുകൾ വിൽപ്പനയും സ്കൂൾ കേന്ദ്രീകരിച്ചുള്ള വിൽപ്പനയൊന്നും ഇപ്പം കാണാനില്ല. എല്ലാം ഈ ക്യാമറ കൊണ്ട് വന്നൊരു പ്രശ്നം തന്നെയാണ്. പിന്നെ ഇവിടെ ഒരു സ്വകാര്യ മദ്യ വിൽപ്പന ഉണ്ടായിരുന്നു. പിന്നെ പൊതുസ്ഥലത്ത് മദ്യപിക്കുക, അങ്ങനത്തെ ഒരു പരിപാടി ഇപ്പോൾ കാണാറില്ല. അത്ര വളരെ ക്ലീനായിട്ടാണ് കാണുന്നത്.
അത്തോളി വ്യാപാരികളും സംയുക്തമായിട്ടാണ് നമ്മൾ അത്തോളി പെട്രോൾ പമ്പ് മുതൽ അത്താണി വരെ ഏകദേശം 6 ലക്ഷത്തോളം രൂപ ചിലവാക്കിയിട്ടാണ് നമ്മൾ ഈ ക്യാമറ സ്ഥാപിച്ചിരിക്കുന്നത്. ഇതിന്റെ പ്രവർത്തനം അത്തോളി പോലീസും വ്യാപാരികളും സംയുക്തമായിട്ടാണ് നിർവഹിച്ചിരിക്കുന്നത്. 2 മോണിറ്റർ സംവിധാനമാണ് നമ്മളിതിൽ നിലനിർത്തിയിട്ടുള്ളത്. ഒന്ന് അത്തോളി പോലീസിലും രണ്ടാമത്തേത് അത്തോളി വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഓഫീസിലുമാണ്. നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണെന്ന് അത്തോളി ഹൈസ്കൂളും മാപ്പിള സ്കൂൾ എന്നിവയിൽ സാമൂഹിക വിരുദ്ധ ശല്യങ്ങളും അതുപോലെ തന്നെ കച്ചവടക്കാർക്ക് ഉണ്ടാകുന്ന കളവ് പോലുള്ള കാര്യങ്ങളും നമുക്ക് അതാത് സമയത്ത് തന്നെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ അത്തോളി ടൗണിൽ നിരന്തരം ഉണ്ടായിരിക്കുന്ന വാഹന ഗതാഗതം പോലീസിന് അതാത് സമയത്ത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ നമുക്ക് ഈ സംഭവം ഈ വിഷയം നമ്മൾ ക്യാമറ സ്ഥാപിച്ച ഏതാനും ദിവസങ്ങൾ കൊണ്ട് തന്നെ 5-6 കേസുകൾ അത്തോളി പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ആ വിഷയം തന്നെയാണ് വ്യാപാരി വ്യവസായം ഉദ്ദേശിച്ചിരിക്കുന്നത്. അത്തോളിയിലും പരിസര പ്രദേശത്തും CCTV ക്യാമറ സ്ഥാപിക്കാൻ അത്തോളിയിലെ വ്യാപാര സമൂഹമാണ് മുൻകൈ എടുത്തിട്ടുള്ളത്. അതിന് അത്തോളി പോലീസ് സ്റ്റേഷൻ എല്ലാവിധ സഹകരണങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട്. അത്തോളി ഹൈസ്കൂൾ പരിസരത്തും അത്താണി കേന്ദ്രീകരിച്ച് നടന്നുവരുന്ന പലതരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും തടയിടുന്നതിന് നമുക്ക് സാധിച്ചിട്ടുണ്ട്. VK റോഡ് കോട്ടുപുറത്ത് ഗംഗാധരൻ നിര്യാതനായി. 74 വയസ്സായിരുന്നു. കൊങ്ങന്നൂർ മതോലത്ത് രാരിച്ചൻ നിര്യാതനായി. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് വെസ്റ്റ് ഹിൽ ശ്മശാനത്തിൽ നടന്നു. 87 വയസ്സായിരുന്നു. വാഴവളപ്പിൽ ഉമറിന്റെ മകൾ മാജിദ നിര്യാതയായി. 27 വയസ്സായിരുന്നു. വീക്കെൻഡ് ന്യൂസ് ഇവിടെ സമാപിക്കുന്നു. അത്തോളിയിലെയും പരിസര പ്രദേശങ്ങളിലെയും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീക്കെൻഡ് ന്യൂസ് വീണ്ടും അടുത്ത വെള്ളിയാഴ്ച ഇന്ത്യൻ സമയം 4 മണിക്ക്.